ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് റൊട്ടീനായിട്ടാണ്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. പാത്രം കഴുകലും ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നല്ല മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ കൂടി നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ മരങ്ങളുടെ ഇലയൊക്കെ നന്നായിട്ട് സിറ്റൗട്ടിലും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കേണ്ട പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വാരിയതിന് ശേഷം പുറത്തത്തെ ഡസ്റ്റൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ക്ലീൻ ചെയ്യാനാട്ടോ. അപ്പോൾ ഒന്ന് തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ ആണ് ഞാൻ വൈകിട്ട് അടിച്ച് വാരുക, അതുപോലെ മോപ്പ് ചെയ്യുക, പൂജ വിസിൽസൊക്കെ കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടയ്ക്കാനുണ്ട്. ഉള്ളൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് പൂജ വെസിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുമ്പ് പൂജാമുറിയൊക്കെ ഒന്ന് നന്നായിട്ട് ഡസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോഡ് സൈഡ് വീടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡസ്റ്റ് നല്ലോണം വരാറുണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂജാമുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചൊക്കെ വാരിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം സിറ്റൗട്ടിലേക്ക് പോകുമ്പോൾ പടിയിൽ നിന്ന് തൊട്ട് നമ്മൾ ഡോറിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലം മുതൽ നല്ലോണം പുളിയുടെ ഇലയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കോലം ഇട്ടതൊക്കെ നന്നായിട്ട് ഡസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കായിരുന്നു. അപ്പോൾ നല്ലോണം പുളിമരം ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നന്നായിട്ട് പുളിമരം ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം പുളിയുടെ ഇലയൊക്കെ ഫ്രണ്ടിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചൊക്കെ വാരായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ കമൻറ്റ് കൂടി ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന കമൻസും അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും വീഡിയോസ് എടുക്കാനും ഒക്കെ തോന്നാട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വീഡിയോസ് എടുക്കുക, ആരും ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുപോലെ കമൻ്റ് ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ തന്നെ കുറച്ചൊരു സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പൂജാമുറിയത്തെ എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഞാനിങ്ങനെ പൂജാമുറിയത്തെ ഫോട്ടോസും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പൂജ വെസിൽസൊക്കെ കഴുകിയതിന് ശേഷം ഒക്കെ മഞ്ഞളും കുങ്കുമവും ഒക്കെ വെച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഡെയിലി വൃത്തിയൊക്കെ ആക്കിയാൽ കൂടി കുറച്ച് എണ്ണമെഴുക്കും അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ആഴ്ചയ്ക്ക് ഒരിക്കൽ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് കുറച്ച് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഇതാ പൂജ വെസിൽസൊക്കെ എടുത്ത് കഴുകാൻ വെച്ചിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് അതുപോലെ തന്നെ പൂജാമുറിയിലത്തെ ടൈൽസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിന് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പൂജാമുറിയുടെ മുകളിലൊക്കെ ഒന്ന് നന്നായിട്ട് ഡസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡസ്റ്റൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് അതിന് ശേഷം വീടിനുള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് മോപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മോപ്പ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും എന്തോ തിരക്കായിട്ട് ഞാൻ വേഗം പെട്ടെന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്, അത് മഴയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം തുടച്ചെടുക്കുക ചെയ്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അതിന് ശേഷം എന്താ പൂജാമുറിയത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ നാളെ വെള്ളിയാഴ്ച രാവിലെ പൂജയൊക്കെ കഴിക്കുന്നതുകൊണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പൂജ വെസിൽസൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ പൂജ വെസിൽസൊക്കെ ഞാൻ സോപ്പൊക്കെ യൂസ് ചെയ്ത് നന്നായി കഴുകിയതിന് ശേഷം അതൊക്കെ ഒരു തട്ടിലിട്ടിട്ട് അങ്ങനെ കഴുകാൻ വേണ്ടി വയ്ക്കും. ഞാൻ സിങ്കിന് അവിടെ തന്നെയാണ് കേട്ടോ കഴുകാറ്. അപ്പോൾ പുറത്ത് പിന്നെ കഴുകാനായിട്ട് വേറെ സ്ഥലമില്ല.
പക്ഷേ എന്നാലും ഞാൻ സിങ്കിലൊന്നും ഇടാറില്ല. അതുപോലെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം സിങ്കൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പൂജ വെസൽസൊക്കെ കഴുകാറുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പൂജ വെസൽസൊക്കെ കഴുകി ഒരു പ്ലേറ്റിലാക്കിയിട്ട് എല്ലാം സിങ്കിലോട്ട് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ പുളി നാരങ്ങയും കൂടിയാണ് കേട്ടോ അങ്ങനെ തേക്കുന്നത്. അപ്പോൾ അങ്ങനെ തേക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ട് പുളി നാരങ്ങയൊക്കെ കൂടി ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ നമ്മുടെ പൂജ വെസൽസൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അതുപോലെ ഇപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളിലും ഇങ്ങനെ പുളിയൊക്കെ തേച്ച് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ചെറിയ ഇതൊക്കെ നമ്മൾ അത്രയ്ക്ക് എണ്ണമെഴുക്കൊന്നും ഇല്ലാത്തതൊക്കെ ഒന്ന് കഴുകി വരുമ്പോഴത്തേനും നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പൂജ വെസൽസൊക്കെ കഴുകി എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, പുളി നാരങ്ങ മാത്രമാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കാറ്. വേറെ ഒരു സാധനങ്ങളും ഞാനിങ്ങനെ തേക്കാറില്ല. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ വൃത്തിയാക്കും കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പൂജ വെസൽസൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ ഒന്ന് നല്ല തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് നമുക്ക് മഞ്ഞളും കുങ്കുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് മഞ്ഞളും കുങ്കുമൊക്കെ കലക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾ, അതുപോലെ ചന്ദനത്തിൻ്റെ പൊടി, ജവ്വാദിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചന്ദനം മഞ്ഞളും കൂടി കലക്കിയിട്ട് നമ്മൾ വിളക്കിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമുക്ക് പൂജാമുറി അതുപോലെ ഈ സാധനങ്ങളൊക്കെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ജവ്വാദൊക്കെ തേച്ചിട്ട് ജവ്വാദ് ചേർത്തിട്ട് നമ്മളിങ്ങനെ ചന്ദനം കുങ്കുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വിളക്കൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല മണം ഉണ്ടാവും കേട്ടോ നമ്മൾ പൂജാമുറിയിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ അതാ ഞാൻ പൂജാമുറിയിൽ എല്ലാ സാധനങ്ങളും കഴുകിയതൊക്കെ വൃത്തിയാക്കിയതൊക്കെ വെച്ചിട്ട് വിളക്കും എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നാളെ രാവിലെ നമുക്കിനി വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുന്ന സമയത്ത് പൂക്കൾ മാത്രം നമ്മൾ ഫോട്ടോസിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിൽ തന്നെ ഇങ്ങനെ പൂജ വെസൽസൊക്കെ കഴുകി വെള്ളിയാഴ്ചയ്ക്കുള്ള പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ വ്യാഴാഴ്ചകളിൽ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത് പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഇതാ നമ്മൾ മുറ്റോടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിപ്പോൾ കുറച്ച് രാവിലെ വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീടെടുത്ത്. പക്ഷേ ഇതൊക്കെ ഞാൻ അതിരാവിലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ ഇതാ മുറ്റോടിക്കലൊക്കെ കഴിഞ്ഞു, കോലമൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ തുളസി മഠത്തിലൊക്കെ പൂവൊക്കെ വെച്ച് കൊടുത്ത് വിളക്ക് വെച്ചു. അതുപോലെ തന്നെ തുളസി മഠത്തിൽ വെള്ളിയാഴ്ചകളിൽ തുളസി മഠമൊക്കെ നന്നായി കഴുകി മഞ്ഞളും കുങ്കുമമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിളക്കൊക്കെ വെച്ച് ചന്ദനത്തിരിയൊക്കെ കാണിച്ചു. അതുപോലെ തുളസി ഇലകളിലും കുറച്ച് മഞ്ഞളും കുങ്കുമവും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അതിനുശേഷം പൂജാമുറിയിലൊക്കെ വിളക്ക് കത്തിക്കുക. അതുപോലെ എപ്പോഴും ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ എൻട്രൻസിലായിട്ട് ഉരുളിയിൽ ഇങ്ങനെ പുഷ്പങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നമ്മുടെ മെയിൻ ഡോറിലും അതുപോലെ തന്നെ മഞ്ഞളും കുങ്കുമവും ഒക്കെ വെച്ച് കൊടുക്കുക. നമ്മുടെ കുടുംബ ദേവതകളും അതുപോലെ തന്നെ നമ്മളെ മഹാലക്ഷ്മിയൊക്കെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് അങ്ങനെ ഇതാവുന്നത് നമ്മുടെ ഫ്രണ്ട് വാതിലിലെ എൻട്രൻസിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വളരെ ശുദ്ധമായിട്ട് വെക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ മെയിൻ എൻട്രൻസിലത്തെ വാതിൽ. അതുപോലെ തന്നെ നമ്മൾ എൻട്രൻസിലോട്ട് കയറി വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഉരുളിയിൽ വെള്ളം വെച്ച് അതിലോട്ട് നല്ല പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി അതുപോലെ കൺദൃഷ്ടികൾ എല്ലാം ഇല്ലാതാക്കാൻ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉരുളിയിൽ അതേപോലെ മഞ്ഞളും കുങ്കുമമൊക്കെ വെച്ചിട്ട് നമ്മൾ ഉരുളിയിലത്തെ വെള്ളത്തിൽ കുറച്ച് പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ കുറച്ച് ജവ്വാദ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ വിളക്കൊക്കെ വെച്ചു. രാവിലെ വെള്ളിയാഴ്ച പൂജ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതോടെ നമ്മൾ
വ്ളോഗ് എൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ വെള്ളിയാഴ്ചകളിൽ ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പി പാത്രങ്ങളിലോ നമ്മൾ കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ നമ്മൾ ഒരു മഞ്ഞളിൻ്റെ ഇതും കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ വിരളി മഞ്ഞളോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് അതുപോലെ 1 രൂപയുടെ നാണയം കൂടി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ കഷ്ടങ്ങളും എല്ലാം മാറി നമ്മുടെ കുടുംബത്തിലോട്ട് നമുക്ക് ഐശ്വര്യം സമ്പത്തും വന്നു ചേരാൻ വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഒരു ചെറിയ കണ്ണാടി വെച്ചിട്ട് അതിന് മുന്നിലായിട്ട് നമ്മൾ ഈ കല്ലുപ്പും മഞ്ഞളും അതുപോലെ തന്നെ ഒരു ചെറിയ കുപ്പിപ്പാത്രത്തിൽ കുറച്ച് ചില്ലറ നാണയങ്ങൾ ഉണ്ടാവില്ലേ, അതും കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കണ്ണാടിയിലോട്ട് എപ്പോഴും നമുക്ക് ഈ കല്ലുപ്പിൻ്റെയും പൈസയുടെ ഇത് നമ്മൾ പ്രതിഫലിക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ അങ്ങനെയാണല്ലോ, നമ്മൾ എന്താണോ കാണുന്നത് അത് അതേപോലെ പ്രതിഫലിക്കാനുള്ള ഒരു കഴിവ് കണ്ണാടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ നമ്മളിങ്ങനെ പൈസയും കല്ലുപ്പും വെക്കുകയാണെങ്കിൽ അതുപോലെ മഹാലക്ഷ്മിയുടെ ഒരു സാമീപ്യം ഉള്ളതാണ് നമ്മുടെ കല്ലുപ്പ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലോട്ട് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ അന്നപൂർണേശ്വരീനെ വെക്കാൻ വേണ്ടിയിട്ട് പച്ചരി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു കോയിൻ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് അന്നപൂർണേശ്വരിയുടെ ഒരു ചെറിയ വിഗ്രഹം വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്നും ധാന്യത്തിനും അതുപോലെ തന്നെ നമുക്ക് പൈസ അങ്ങനെ ഒന്നും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് എന്നും നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ.